അത് ഡെഫിനറ്റായിട്ട് ചർച്ചയാവും. ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായൊരു സ്റ്റാൻഡ് എടുത്തിരുന്നു. SIR-നെ രാജ്യത്തൊട്ടായ കോൺഗ്രസ് സംശയത്തോടെ തന്നെ എതിർപ്പോടെയാണ് കണ്ടിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ PC വിശ്വനാഥ് MLA-യും M. ലിജുവുമാണ് കോൺഗ്രസിന് വേണ്ടി പങ്കെടുത്തത്. അവർ വ്യക്തമായിട്ട് പറഞ്ഞു, കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലല്ല, അതിലേക്ക് കടന്നു. അപ്പോൾ വാർഡുകളുടെ സംവരണ വാർഡ് നിശ്ചയിച്ചു. നവംബർ 1 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും, അതിലേക്ക് കടക്കുകയാണ്. അതിനിടയിൽ ഈ SIR കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രായോഗികമായിട്ട് വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഒരേ ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ടത്, ഒരേ BLA-മാർ ആണ് ചെയ്യേണ്ടത്, ഒരേ BLO-മാരാണ് ചെയ്യേണ്ടത്. രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇതൊരു വലിയ അധികഭാരമാകും, ജനങ്ങൾക്ക് വലിയ ദുരിതം ഉണ്ടാകും. അതുകൊണ്ട് ഇത് കേരളത്തിൽ പാടില്ല ഈ സമയത്തെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ രക്തൻ കേൽക്കർ IAS മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളുടെ ചോദ്യത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു വ്യക്തത വരുത്തി മറുപടി പറഞ്ഞിട്ടില്ല. കേരളം പ്രത്യേകമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇപ്പോൾ ഇത് അടിച്ചേൽപ്പിച്ചത് ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ഇതിനെയെങ്കിലും തിരുത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഡെഫിനറ്റായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടു, എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പരാമർശനത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ കത്തിനെ തുടർന്നാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ കത്തിനെ തുടർന്നാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ രക്തൻ കേൽക്കർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഈ നിർദ്ദേശം സമർപ്പിച്ചത്. അതിനെ റിയാക്ട് ചെയ്തിട്ടില്ല, അനുകൂലമായിട്ടൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഉറപ്പായിട്ടും ഇത് രാഷ്ട്രീയ നീക്കമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച്, ആസാമിലില്ല, അതും പരിഗണിക്കേണ്ട വിഷയമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ ഞങ്ങൾ ഒരു നിർദ്ദേശം കൂടി പറഞ്ഞിരുന്നു. എന്തെങ്കിലും ശുദ്ധീകരണം വരുത്താൻ വേണ്ടിയാണ്, ആരെങ്കിലും അനർഹരെ ഇരട്ട വോട്ടോ കള്ള വോട്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിനുള്ള ഏത് പ്രക്രിയയിലും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറായിരുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടിച്ചേർക്കാനുള്ള എല്ലാ പ്രക്രിയകളിലും ഞങ്ങൾ തയ്യാറായിരുന്നു. കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ടർ പട്ടിക പ്രവർത്തനം നടത്തിയതാണ്, കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലും നടത്തിയതാണ്. അതിന് ശേഷവും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ജനങ്ങളും പാർട്ടി പ്രവർത്തകരും വോട്ടർമാരെ ചേർക്കുകയും തള്ളുകയും ചെയ്ത പ്രക്രിയയിൽ പങ്കാളികളായതാണ്. ഇപ്പം 2002 ഇത് മടക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ 23 വർഷത്തിൻ്റെ പുറകിലേക്ക് എത്ര പ്രാവശ്യം വോട്ട് ചെയ്തവരുണ്ട്? വയനാടുകാർ 9 പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലാത്ത കേരളീയർ 7 പ്രാവശ്യം വോട്ട് ചെയ്തവരില്ലേ? അവരെ വീണ്ടും ഈ വലിയ പാനപാത്രത്തിലേക്ക് പാനപാത്രം കുടിപ്പിക്കുക എന്നുള്ള അതാണ് പറഞ്ഞ സാഡിസ്റ്റ് മനോഭാവമാണ്. ഇലക്ഷൻ കമ്മീഷൻ പ്രകടിപ്പിക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ്. ജനങ്ങളുടെ ദുരിതത്തിൽ, പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്ന മനോഭാവമാണ്. അതിനെ ഞങ്ങൾ എല്ലാ തലങ്ങളിലും ഞങ്ങൾ എതിർക്കും.